തൃശൂർ ഇക്കണ്ടവാരിയ റോഡിൽ വെള്ളക്കെട്ട്, റോഡ് പൂർണ്ണമായി മുങ്ങി. നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ഷബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷബാസ്, തൃശൂരിലും വലിയ വെള്ളക്കെട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാഹനങ്ങളൊക്കെ ഈ വെള്ളക്കെട്ടിനിടയിലൂടെയാണ് കടന്നു പോകുന്നത്. തൽക്കാലം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ടോ? ഗതാഗത കുരുക്കുമുണ്ടോ? മാധു, തൃശൂർ നഗരത്തിലും തൃശൂർ ജില്ലയിലുടനീളം വലിയ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ മുതൽ തുടങ്ങിയ മഴയാണ്. ഇതുവരെയും ഒരു ശമനമില്ല. നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നഗരത്തിലെ പല റോഡുകളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ നഗരത്തിലെ തന്നെ പ്രധാനപ്പെട്ട റോഡായ ഇക്കണ്ടവാരിയ റോഡിലാണ്. ഈ റോഡിന്റെ അവസ്ഥ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മുട്ടോളം വെള്ളമാണ് റോഡിന് നടുവിലും ഇരുവശങ്ങളിലും ഒക്കെ ഉള്ളത്. വാഹനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒരു കാർ പോകുന്നത് കാണാം. ആ കാറിന്റെ ഏകദേശം 1/3 ഭാഗം മുങ്ങിയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത്തരത്തിൽ വാഹനങ്ങളൊക്കെ ഈ റോഡുകളിലേക്ക് ഇറങ്ങി ഇവിടെ കുടുങ്ങി പോകുന്ന അവസ്ഥയാണ്. ഇരുചക്ര വാഹന യാത്രക്കാർക്കൊക്കെ ഇതിലൂടെ കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. തൃശൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി. പ്രധാനമായും ഇക്കണ്ടവാരി റോഡിലാണ് ഇവിടെ ഇത്രത്തോളം വെള്ളം പൊങ്ങി നിൽക്കുന്നത്. അല്പം കൂടി ഒരടിയോളം കൂടി വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അടക്കം വെള്ളം കയറി പോകുന്നൊരു സ്ഥിതിയാണ്. അത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അങ്ങനെ ഇരുചക്ര വാഹനക്കാരൊക്കെ ഇത്തരത്തിൽ വാഹനം സൈഡാക്കിക്കൊണ്ട് ഈ റോഡിൽ വെള്ളക്കെട്ട് ഇറങ്ങുന്നത് നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത്തരത്തിൽ വാഹനം പോകാൻ കഴിയാതെ ഒരു വശത്ത് കുടുങ്ങിപ്പോയൊരു ചേട്ടനുണ്ട്. ചേട്ടാ, എവിടേക്ക് പോകാനായിരുന്നു? ഞങ്ങൾക്ക് ഇവിടെ മണ്ണുത്തിലേക്ക് പോകാൻ വേണ്ടി വന്നതാ. ബൈക്കിലായിരുന്നു? ആ, ബൈക്കിലാണ്. അതിലിടയ്ക്ക് 2 ബൈക്കുകാരവിടെ പോയിട്ട് വെള്ളത്തിൽ പെട്ടു. ഒരു ഈ സൈഡിലൂടെ പോയി, രണ്ടാണ്ട് ഓഫായി അവിടെ കയറ്റിയിട്ടുണ്ട്. ഭയാനകമായിട്ടുള്ള മഴയാണ് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ. അപ്പോൾ പോകാൻ പറ്റാതെ കുടുങ്ങി നിൽക്കുക. ആ, പോകാൻ പറ്റാണ്ട് ഞാൻ അപ്പുറത്തെ വഴിക്ക് പോകാൻ വിചാരിച്ച് നിൽക്കാനൊന്ന് കുറഞ്ഞിട്ട്. ഓക്കെ ബൈക്കുകാർ കുടുങ്ങിയ വെള്ളത്തിൽ? 2 കുടുങ്ങി. അവർ അങ്ങോട്ട് ബിൽഡിങ്ങിന്റെ അറ്റത്ത് അങ്ങോട്ട് കയറ്റി നിർത്തിയിട്ടുണ്ട്. ഇടയിൽ വെച്ച് ഓഫായി പോയ പണിയല്ലേ? ആ, ഇടയിൽ വെച്ച് ഓഫായി പോയി പിന്നെ നമ്മുടെ പണി തീരും. അതാണ് മാധു, അത്രത്തോളം വലിയ വെള്ളക്കെട്ടാണ്. കാരണം ഈ ഇരുചക്ര വാഹനക്കാരൊക്കെ ഭയന്ന് ഒരു വശത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം ഈ വെള്ളക്കെട്ടിലേക്ക് വാഹനം ഇറക്കിക്കൊണ്ട് എങ്ങാനും ഓഫായി പോകുക അല്ലെങ്കിൽ ചരിയുകയൊക്കെ ചെയ്താൽ വലിയ അപകടത്തിലേക്ക് അത് വഴിവെക്കും. കാരണം അത്രത്തോളം മുട്ടോളം വെള്ളക്കെട്ടാണ് റോഡിന് ഇരുവശങ്ങളിലും ഒപ്പം തന്നെ റോഡിന് നടുവിലും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ്, വളരെ പേടിച്ചാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ഇതുകൊണ്ട് തന്നെ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഗതാഗത കുരുക്കും രൂക്ഷമായിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ഇക്കണ്ടവാരിയ റോഡിലാണ്. കുറച്ചുകൂടി മഴ ഇതേ രീതിയിൽ പെയ്തു കഴിഞ്ഞാൽ സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരെ വെള്ളം കയറാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. വെള്ളം നിലവിൽ എന്തായാലും ഇറങ്ങാനൊന്നും തുടങ്ങിയിട്ടില്ല. മഴ രാവിലെ മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്രത്തോളം വെള്ളക്കെട്ട് ഇവിടെ ഉണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നുണ്ട്. അത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് മഴയോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും മഴ കനത്ത രീതിയിൽ